ഈ ആളിനെ ഈ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ള ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസിനോട് പറയുകയാണ് ആ ഇൻസിഡൻറ്റിലേക്ക് പോവുക. എന്തെങ്കിലും ഒരു ട്രോമ എന്ന് പറയുന്നത് അറിയാമല്ലോ, ട്രോമ എന്താ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമോഷൻസ് ആണ് നമുക്ക് നിൽക്കുന്നത്. ഇപ്പോൾ നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ സജീബ എം സാഹിബാണ്. മാം ആയുർവേദ ഡോക്ടറാണ്. ഇവിടെ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ പഠിക്കുകയും പിന്നെ ജോലി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ദുബായിലും സിംഗപ്പൂരിലും ഒക്കെ ഒരുപാട് വർഷം ജോലി നോക്കിയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഡോക്ടറായിട്ട് ജോലി നോക്കുന്ന കാലത്താണ് ഈ മൊഡാലിറ്റീസിലേക്ക്, അതായത് പലതരത്തിലുള്ള എനർജി ഹീലിങ്സിലേക്ക് മാം വന്നത്. അങ്ങനെയാണ് ഹിപ്നോ തെറാപ്പിയിലേക്ക് വന്നത്, ആക്സസ് ബാറിലേക്ക് വന്നത്, ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലേക്ക് വന്നത്, സുജോഗ് തെറാപ്പി, അങ്ങനെ അനേകം ഹീലിങ്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഹിപ്നോ തെറാപ്പിയിലാണ് മാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്നോ തെറാപ്പിയിലേക്ക് വരാനൊരു കാരണം ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം വന്നത്? അപ്പം മാമിനാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടർ ആയിരിക്കെ ഇങ്ങനെ ഒരു ഹീലിങ്ങിലേക്ക് വരുമ്പോൾ പലർക്കും ഒരു വിശ്വാസം, ഇത് ശരിയാവുമോ, അല്ലെങ്കിൽ ഇപ്പം ആയുർവേദ മരുന്ന് കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങൾ വിശ്വാസം ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ജനങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം വന്നു. പ്രത്യേകിച്ച് ഹിപ്നോസിസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക, സെക്കൻഡ്സ് കൊണ്ട്, നിമിഷം നേരം കൊണ്ട് മയക്കിയിടുക, അത് ഇനി തിരിച്ചു വരുമ്പം വേറൊരു വ്യക്തിയായിട്ട് വരിക, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടാണോ മാം ഇതിലേക്ക് താല്പര്യം വന്നത്? അപ്പോൾ ഹിപ്നോസിസിനെ പറ്റി ഒന്ന് പറയാമോ? പിന്നെ എങ്ങനെയാണ് മാം ഇതിലേക്ക് താല്പര്യപ്പെട്ട് വന്നത്? ഞാൻ ആയുർവേദ ഡോക്ടറായിട്ട് ദുബായിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 18 വർഷം ദുബായിൽ ക്ലിനിക്ക് റൺ ചെയ്തായിരുന്നു. ശരിക്കും ഇതിലേക്ക് ഹിപ്നോസിസിലേക്ക് വരാനുള്ളൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ലേഡി, ഒരു സുഡാനി ലേഡി എൻ്റെ അടുത്ത് എവരി ഇയർ ഒരു 6 മന്ത്സ് എല്ലാ വർഷവും 6 മന്ത്സ് കൂടിക്കുമ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം വെച്ച് ട്രീറ്റ്മെൻറ്റിന് വരുമായിരുന്നു. അത് അവർക്ക് സോറിയാസിസ് ആയിരുന്നു. അത് ഡ്രൈ സോറിയാസിസ് എന്ന് വെച്ചാൽ ചൊറിഞ്ഞ് പോലെ അത് മാറുന്നേയില്ല. 28 വയസ്സ് മാത്രമുള്ളൊരു ലേഡിയായിരുന്നു. അപ്പോൾ അവർ റെഗുലറായിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് വരും. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, തെറാപ്പി എല്ലാം ചെയ്യും. തക്രധാര അങ്ങനത്തെ ആയുർവേദത്തിൽ കുറേ മെഡിസിൻസും തെറാപ്പി ഉണ്ടല്ലോ, അത് ചെയ്യും. അത് കുറച്ചൊക്കെ ഒരു ഹീലാവും. പിന്നെ കുറച്ച് മെഡിസിൻസും കൂടെ കഴിച്ചിട്ട് പോകും. അങ്ങനെയായിരുന്നു. അവർക്ക് അലോപ്പതി മെഡിസിനും മറ്റൊക്കെ ചെയ്തിട്ടൊന്നും പ്രയോജനം അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ആയുർവേദം എന്ന് കേട്ടിട്ട് ആയുർവേദത്തിൽ അവർ എവരി 6 മന്ത്സ് ദുബായിൽ വരുന്നത് കൊണ്ട് അവർ ആയുർവേദം കൂടെ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു റെഗുലർ ക്ലയൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്യും ഇവർ എങ്ങനെയാണ്, അവരുടെ ചേഞ്ചസ് എന്തൊക്കെയാണ്. ഒരു പ്രാവശ്യം അവർ വന്നപ്പോൾ, 4-ാമത്തെ പ്രാവശ്യം 5-ാമത്തെ പ്രാവശ്യം വന്നപ്പം അവരുടെ ദേഹത്ത് ഇതൊന്നുമില്ല, ഒരു അസുഖമെല്ലാം ഏകദേശം മാറിയ പോലെ. അവർ എന്നോട് പറഞ്ഞൊരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് റെജുവിനേഷൻ തെറാപ്പി അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇത് മാറിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളിക്കാർ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഒരു പാസ്റ്റർ, പുള്ളി ഇങ്ങനെ നമ്മളെ 21 ഡേയ്സ് ഒരു ഉപവാസം ചെയ്യിപ്പിച്ച്, ഒരു ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ച്, ഇങ്ങനെ എല്ലാവരെയും റിലാക്സ് എന്ന് പറഞ്ഞ് അവരെ റിലാക്സ് ആക്കിപ്പിച്ചിട്ട് വേറൊരു ഇതിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ഫൊർഗീവ്നെസ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് രോഗം എന്തൊക്കെയുള്ളത് അത് മാറുന്നു എന്നുള്ളൊരു, അത് പണ്ട് മുതലേ ഒരു ഹീലിങ്ങിൽ ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ പോലും എനിക്കത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര എഫക്റ്റോ, ഇങ്ങനെ ഒരു അസുഖം മാറിയാലോ ഇത്ര ഒരു എഫക്റ്റോ. പുള്ളിക്കാർ പറഞ്ഞു പഴയ എന്തെങ്കിലും നമ്മുടെ പാപങ്ങളോ എന്തെങ്കിലും കൊണ്ടായിരിക്കാം, അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ വിട്ടു പോകുക എന്നുള്ളൊരിതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എനിക്കതുകൊണ്ട് നല്ല ഏകദേശം കംപ്ലീറ്റായിട്ട് ക്യൂർ ആയത് മാതിരിയാണ് തോന്നിയത്. എത്ര വർഷം മുമ്പാണ് ഇതൊരു 15 വർഷമായി. അപ്പോൾ അന്ന് തൊട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാനപ്പോൾ അതൊന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഹിപ്നോസിസ് ആണ് ചെയ്തിരിക്കുന്നത്. ഹിപ്നോസിസിൽ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ദുബായിലായതുകൊണ്ട് അവിടെ ഇപ്പോഴും ഇതല്ല, അപ്രൂവ്ഡ് അല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഹിപ്നോസിസ് എന്നുള്ള രീതിയിലല്ല, അതൊരു ക്ലിനിക്കൽ തെറാപ്പി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അതങ്ങനെ വിട്ടു. പിന്നെ ഞാൻ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ യോഗ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. റേക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്തു. അതൊക്കെ പേഷ്യൻസിനൊക്കെ ഒരു പ്രയോജനപ്രദമായ രീതിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഒരു 5 വർഷമായിട്ടുള്ളൂ എനിക്ക് ഹിപ്നോ തെറാപ്പി പഠിക്കാൻ അവസരം കിട്ടിയിട്ട്. അപ്പോൾ ഈ ഹിപ്നോ തെറാപ്പി പഠിച്ചപ്പോൾ തൊട്ട് അതിന് അത്ഭുതകരമായ ചേഞ്ചസ് ആൾക്കാർക്ക് വരുന്നത്, ഇതേപോലത്തെ തന്നെ ഈ ചേഞ്ചസ് വരുന്നത് കണ്ടപ്പം ഞാൻ അതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ട് എടുത്തു. ആയുർവേദത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും മറ്റു കുറേ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ചെയ്യുന്ന കൂട്ടത്തിൽ
ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ക്യൂറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നല്ലൊരു ടൂളാണ്, നല്ലൊരു മൊഡാലിറ്റി ആയിട്ട് കണ്ടിട്ടുള്ളത്. അത് പഠിക്കുന്ന നിമിഷം തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമല്ലോ, ഇത് ശരിക്കും ഇത് വർക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിക്കും സത്യമാണോ, നമുക്ക് ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടോ. അപ്പോൾ മാമിന് പ്രധാനമായിട്ട് തോന്നിയ സംശയങ്ങൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ സംശയങ്ങൾ തോന്നിയതിനൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ആദ്യം നമുക്ക് സംശയം തോന്നുന്നത് ഇവർ സാധാരണ ഒരാളിനെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് റിലാക്സ് ആവൂ എന്ന് പറയുക, എന്നിട്ട് നമ്മൾ മയങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇത് ശരിയാണോ, ഒരു പേഷ്യൻ്റ് ക്ലയൻറ്റ് നമ്മളെ വിശ്വസിച്ച് വരുമ്പം ഇത് ശരിക്കും ഒരു ലീഗലായിട്ടുള്ളൊരു കാര്യമാണോ, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് അങ്ങനെയൊന്നും അല്ല. നമ്മളൊരാളിനോട് പേഷ്യൻ്റ് അത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ വരികയാണ്, നമ്മളൊരു പ്രീ ടോക്ക് ചെയ്യും, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഏത് ലെവലിലാണ് അവർക്ക് റിലീഫ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് നമ്മളതനുസരിച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, അവർക്ക് ഏതൊക്കെ രീതിയിൽ ചേഞ്ചസ് വേണം. എന്നിട്ട് നമ്മൾ അവരെ ഒന്ന് റിലാക്സ് ആക്കാൻ അത് ഡിപ്പെൻസാണ്. ചിലർ ഭയങ്കര സജസ്റ്റബിൾ ആയിരിക്കും, പെട്ടെന്നൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് ഇതാവും. പക്ഷേ ചില ആൾക്കാർ ഭയങ്കര ലോജിക്കലായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ റിലാക്സ് ആക്കാൻ ഇച്ചിരി സമയം എടുക്കേണ്ടി വരും. അതിന് വേറെ ടെക്നിക്സിലൂടെ കൊണ്ടുപോകേണ്ടി വരും. അവരെ ഡീപ്പ് റിലാക്സ് ആക്കി കഴിഞ്ഞിട്ട് ഒരു ആൽഫ മോഡ്, നമ്മുടെ മൈൻഡിൻ്റെ ഒരു ആൽഫ മോഡിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു ഹിപ്നോസിസിലേക്ക് പോകുന്നത്. ആ ഹിപ്നോസിസിൽ പോയി കഴിയുമ്പോഴത്തേക്കും ആ കോൺഷ്യസ് മൈൻഡും ബോഡിയും കംപ്ലീറ്റ് ആയിട്ടും റിലാക്സ് ആയി കഴിയും. പിന്നെ ഉണർന്നിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും കോൺഷ്യസ് മൈൻഡ് പോലെയല്ല, അതിനേക്കാൾ എത്ര മില്യൺ പവർ കൂടുതലുള്ളൊരു മൈൻഡാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെറുപ്പം മുതലോ ഇപ്പം നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് മുമ്പുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ലൈഫ് എന്ന് നമ്മൾ പറയുന്ന പോലെ അത്രയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ, എത്രയോ ജന്മങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ വരെ നമുക്ക് മെമ്മറിയിൽ കൊണ്ടുവന്നിട്ട് അതിൽ എവിടെയാണ് പ്രോബ്ലം എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ നമുക്ക് ഹീലിംഗ് ചെയ്ത് ആളിനെ അതേപോലെ തന്നെ കൊണ്ടുവരാൻ പറ്റും. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു പുതിയ ആളായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ കാരണം, ആ കാരണം എല്ലാം മാറിയിട്ട് ആ ഫീൽഡെല്ലാം ക്ലിയർ ആയിട്ട് ഒരു പുതിയ മനുഷ്യനെ പോലെ ആയിരിക്കും ആൾ വരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് നല്ലത് അത് നമുക്ക് കൊടുക്കാനും പറ്റും, ഒരു കൗൺസിലിംഗ് മാതിരി ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ തുടക്കം എന്ന് പറയുമ്പോഴത്തേക്കും, ഈ സെഷൻ കൊടുക്കുമ്പോഴത്തേക്കും തുടക്കം എന്ന് പറയുന്നത് കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ എടുക്കും. മിക്കവാറും ഒരു മണിക്കൂർ എടുക്കാറുണ്ട്. 1 മണിക്കൂറാണ് നമ്മൾ പറയുന്ന ഒരു സമയം. അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ, പേഷ്യനെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള അതിനൊരു 20 മിനിറ്റ്സ് ഒക്കെ മതിയാവും. അത് നമ്മൾ പറയുന്ന ഒരു നോർമൽ ഹിപ്നോസിസ് എന്ന് പറയുന്ന റിലാക്സ് ചെയ്തിട്ട് അവരെ നമ്മളൊന്ന് കൗൺസിലിംഗ് മാതിരി അവർക്കൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി ഒരു 20-25 മിനിറ്റ്സ് നോർമലി എടുക്കത്തുള്ളൂ. അത് ഡിപ്പെൻസ്, ചിലർക്ക് കൂടുതൽ സമയം എടുക്കും. അവർ റിലാക്സിങ്ങിൻ്റെ റിലാക്സ് നമ്മൾ ആദ്യം അവരെ റിലാക്സ് ചെയ്യിപ്പിക്കും, പതുക്കെ അവരുടെ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. പിന്നെ അവരുടെ ഡീപ്പായിട്ടൊരു ഇൻഡക്ഷൻ എന്ന് പറയും, മസിൽ റിലാക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഡീപ്പ് ഇൻഡക്ഷനിലേക്ക് കൊണ്ടുപോകും. അത് ഏതെങ്കിലും കുറേ മൊഡാലിറ്റീസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്നായിരിക്കും. ഒന്ന് ചിലപ്പോൾ നമ്മൾ അവരോട് നിങ്ങളൊരു ബീച്ചിൻ്റെ അടുത്തിരിക്കുകയാണ്, അവർക്ക് ഏതാ ഇഷ്ടം, ബീച്ച് ഇഷ്ടമില്ലാത്ത ആളിനോട് ബീച്ച് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവരോട് ആദ്യം ചോദിക്കും അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, എന്തൊക്കെയാണ് താല്പര്യങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെയർ കേസ് ഡൗൺ പോകുന്ന ഒരു ഇതുണ്ട്, അതൊക്കെ കുറേ പേർക്കൊക്കെ അറിയാം ഏകദേശം. വെള്ളം ഒഴുകുന്നതായിട്ട് ചിന്തിക്കുക അല്ലേ. അങ്ങനെ അവരെ കുറച്ചും കൂടെ റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു മെത്തേഡിൽ കൂടെ കുറച്ചും കൂടെ റിലാക്സ് ആക്കും. എന്നിട്ടും റിലാക്സ് ആയില്ലെങ്കിൽ വീണ്ടും വേറൊരു മെത്തേഡ് എടുക്കും. അങ്ങനെ അവരെ റിലാക്സ് ആയി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട്, അവർ എങ്ങനെയാണ് ഹിപ്നോസിസിലേക്ക് പോയോ എന്നറിയാനുള്ള. അത് കഴിയുമ്പോൾ നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ ഇതിൽ റിലാക്സ് ആയി വരാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനൊന്നുമില്ല. ഇത് സബ് കോൺഷ്യസ് മൈൻഡ് സ്ത്രീയെന്നും പുരുഷനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. അവരുടെ മൈൻഡിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഒത്തിരി നാളായിട്ടുള്ള കുറേ ആങ്സൈറ്റി പ്രോബ്ലംസ് അതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് റിലാക്സ് ആവാൻ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് അത് ചെയ്യാൻ. നമ്മൾ പറയുമ്പോൾ അവർക്ക് അതിലേക്ക് പോകാൻ പറ്റണം. പിന്നെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ ആദ്യം ആളിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി സമയം ചിലവാക്കുന്നത്.
ആ ഒരു സജസ്റ്റബിൾ ആണോ എന്ന് നോക്കിയിട്ടാണ്. സജസ്റ്റബിൾ ആണോ നോക്കാൻ വേറെയും കുറേ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നോക്കൂ, കൈയുടെ ഇടയിലോട്ട്, അങ്ങനത്തെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അല്ലെ പുരികത്തിന് നടുക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും, അങ്ങനെ അല്ലെ പല രീതിയിലുള്ള മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളൊരു പെൻഡുലം എങ്ങനെ ആട്ടിയിട്ട് അതിലേക്ക് നോക്കുക, എന്നിട്ട് പതുക്കെ പതുക്കെ നിങ്ങളത്, അപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞ് വരുന്നത്. ചില ആൾക്കാർക്ക് അതൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പം നമ്മളത് മാറ്റിയിട്ട് വേറൊരു മെത്തേഡ് കൊണ്ടുവരും. കുറച്ച് പ്രാവശ്യം 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും, എത്ര മസിൽ പിടിച്ചിരിക്കുന്നവരായാലും അതിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ അവരെ കിടത്തിക്കൊണ്ടാണോ അവരെ ഇത് സജഷൻ കൊടുക്കുന്നത്? ഇതൊരു കിടത്തി കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല. ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ളൊരവസ്ഥയാണല്ലോ ഈ ആൽഫ സ്റ്റേജ് എന്ന്. നമ്മൾ ഉറക്കം വരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ഇതാണ്. ആ അതിൽ തന്നെ നിർത്തണം. ആൾ ഉറങ്ങിക്കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉറങ്ങിപ്പോയി അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കേൾക്കത്തില്ല, അറിയാലോ. ഉറങ്ങുമ്പോൾ ഒരാൾ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിത് ഈ ഒരു സ്റ്റേജിൽ നിർത്താൻ വേണ്ടിയിട്ട് ആളിനെ കിടത്താറില്ല. ഒരു റീക്ലൈനർ എന്ന് പറയും, ഇരിക്കുകയല്ല, റീക്ലൈനർ പറ്റുന്ന ഒരു ചെയർ. ബോഡി നന്നായിട്ട് റിലാക്സ് ആയിട്ടിരിക്കും, പക്ഷെ കിടക്കുകയല്ല. ആ ഒരു റീക്ലൈനർ ചെയറിൽ ഇരുത്തിയിട്ടാണ് ഈ മസാജിങ് സെന്ററിലൊക്കെ കാണുന്ന ചെയർ പോലത്തെ മൂവബിൾ ആയിട്ടുള്ള ചെയർ, അതാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരുത്തിക്കൊണ്ടാണ് കൂടുതലും ചെയ്യുന്നത്. ഒരു മിക്കവർക്കും അതൊക്കെ പറ്റും. ചിലർക്ക് ഒട്ടും ഇരിക്കാൻ പറ്റാത്ത അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ അവരെ കിടത്തി ഇച്ചിരി ഒന്ന് ബോഡി ഒന്ന് ഇതാക്കി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് അവർ ആ ഒരു ആൽഫ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് ആരുടെയും സബ് കോൺഷ്യസ് മൈൻഡ്, എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം നമ്മളൊരു ഹിപ്നോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിരുന്ന അവർ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പിടിച്ചെടുക്കും എന്നുള്ളൊരു പേടിയുണ്ട്. ആക്ച്വലി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റിന് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിന് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലുള്ള നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ടൈം റിഗ്രഷൻ, ഏജ് റിഗ്രഷൻ, അതിന് നമ്മൾ ചോദിക്കണം. കാരണം അവരുടെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്യുമ്പോൾ നമ്മളത് ചോദിക്കും, എന്താണ് കാണുന്നത്. അതിന് നമ്മൾ അതിനുള്ള പ്രതിവിധി അപ്പം തന്നെ ചെയ്ത് അവരെ റിലാക്സ് ആക്കി തിരിച്ചു കൊണ്ടുവരും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ എക്സാമ്പിൾ എടുക്കാം. ഒരു മൈഗ്രെയിൻ ഉള്ളൊരു കുട്ടി, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 17 വയസ്സുള്ള 12 വയസ്സ് തൊട്ട് 7ാം ക്ലാസ് തൊട്ട് മൈഗ്രെയിൻ തുടങ്ങിയ ഒരു കുട്ടി, 27 ഇയേഴ്സ് ഉണ്ട് ആ കുട്ടിക്ക് ഇപ്പോൾ. അപ്പോൾ ആ കുട്ടി എല്ലാ ദിവസവും, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മെഡിസിൻ എടുക്കുവാണ്. ആദ്യം അതിന് വൺസ് ഇൻ എ മന്തായിരുന്നു, പിന്നെ വൺസ് ഇൻ എ വീക്കായി, പിന്നെ ഓൾമോസ്റ്റ് എവറി ഡേ ആയി. കാരണം അത് പഠിക്കുന്നുമുണ്ട്, നന്നായിട്ട് പഠിക്കുകയും പഠിക്കാനുള്ള ഓവർലോഡുള്ളപ്പം ഓവർ സ്ട്രെസ്സും അല്ലേ, അന്നേരം അതിന് മൈഗ്രെയിൻ റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കാം. അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനിങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്യിപ്പിച്ചത് നമ്മൾ അഡ്വാൻസ് തെറാപ്പിയാണ് ചെയ്യുന്നത്. അത് റിഗ്രഷൻ എന്ന് പറയും. അത് 2-3 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഈ ആളിനെ ഈ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ള ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസിനോട് പറയുകയാണ് ആ ഇൻസിഡൻറ്റിലേക്ക് പോവുക. എന്തെങ്കിലും ഒരു ട്രോമ എന്ന് പറയുന്നത് അറിയാമല്ലോ, ട്രോമ എന്താ, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമോഷൻസാണ് നമുക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഒരാളെ നമ്മൾ എന്തെങ്കിലും വഴക്ക് പറയുമ്പം ചിലപ്പോൾ അവർക്ക് വഴക്ക് പറഞ്ഞതിൻ്റെ സങ്കടമായിരിക്കത്തില്ല, ചിലപ്പോൾ പേടിയായിരിക്കും. ഏത് ഇമോഷനാണ് അവർക്ക് കിട്ടിയത്, സെയിം ഇമോഷൻസ് എപ്പോഴെങ്കിലും വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന റിപ്പീറ്റായിട്ട് വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് വീണ്ടും ഇതൊരു റിസ്ക് ഫാക്ടർ മാതിരി ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് മൈഗ്രെയിൻ തുടങ്ങിയത് 12 വയസ്സിലാണെങ്കിലും ഇതിൻ്റെ കാരണം കിടക്കുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ. അന്നേരം ഇതിന് ഞാൻ തെറാപ്പി ചെയ്ത എക്സാമ്പിൾ പറയാം. അതിനെ നമ്മളൊന്ന് റിലാക്സ് ആക്കിയിട്ട് നമ്മൾ സബ് കോൺഷ്യസിലേക്ക് പറയുകയാണ് എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത്, ആ പ്രോബ്ലത്തിലേക്ക് പോവുക. എന്നിട്ട് ഈ ഒരു ട്രോമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇമോഷൻസും ഇതെല്ലാം കൂടെ ഒരു പാർട്ട് ഫോം ചെയ്യും. എന്നുവെച്ചാൽ ഒരു വ്രണം ഉണ്ടാവും, നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലൊരു വ്രണം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് അവിടെ ഇങ്ങനെ കിടക്കും. ചിലപ്പം പിന്നെ ഏതെങ്കിലും ഹീലിംഗ് മൊഡാലിറ്റീസ് ഇവർ പ്രാക്ടീസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പം ചിലർക്കത് ഹീലാവുമായിരിക്കും. പക്ഷേ മിക്കവർക്കും ഏതെങ്കിലും ഒരു സമയത്ത് സെയിം ഒരു ഇതിലേക്കൊരു ട്രിഗറിങ് ഫാക്ടർ, ആ സെയിം ഫാക്ടർ വരുമ്പോൾ ഇത് പിന്നെയും ഫ്ലെയർ അപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതാണ്, ആ പാർട്ടിലേക്ക് പോകാൻ പറയും. എന്നിട്ട് ആ പാർട്ട് കണ്ടുപിടിച്ചിട്ട് അത് ഹീൽ ചെയ്യാമെന്ന് നമ്മൾ സജഷൻ കൊടുക്കുക. അതിൻ്റെ പേരാണ് സബ്ലിമിനൽ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ചോദിക്കുന്നൊന്നുമില്ല. ഇപ്പം ഞാൻ അതിനോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അത് ആ ട്രോമയെ കൂടെ പിന്നെയും കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്, അതിന്
ചിലപ്പം ഇത് പിന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അതിനോട് ചോദിച്ചു അറിയണമെന്നുണ്ടോ, പറഞ്ഞില്ല, എനിക്ക് അസുഖം മാറിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അത് ഹീൽ ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് സമയം എടുത്തു, 1.5 മണിക്കൂർ എടുത്തിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഇത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കുട്ടി പിറ്റേ ദിവസം തൊട്ട് കംപ്ലീറ്റ്ലി ഹെഡേക്ക് മാറി. അതിന് പിന്നെ നമ്മളൊരു ഇത് കൊടുക്കുമല്ലോ, ഒരു കൗൺസിലിംഗ് മാതിരി കൊടുക്കും, നിങ്ങൾ പഠിക്കുന്ന ഇങ്ങനെ ടെൻഷനില്ല. എക്സാമിനേഷൻ്റെ ഫിയറൊക്കെ ഭയങ്കരമായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അതില്ല എന്നൊക്കെയുള്ള നമ്മൾ കുറേ സജഷൻസ് കൊടുത്ത് ആൾ നല്ല കംപ്ലീറ്റ്ലി നല്ല കോൺഫിഡൻ്റായി, ഹെഡേക്കൊക്കെ മാറി, നല്ലൊരു അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ന്യൂ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എത്രയോ വർഷം ഒറ്റ സെഷൻ കൊണ്ട് തന്നെ ആ കുട്ടിയുടെ ശരിയായി. പക്ഷെ എല്ലാവർക്കും നമ്മൾ ഒറ്റ സെഷൻ നല്ല സജസ്റ്റ് ചെയ്യുന്നത് ഒരു 3 സെഷൻസ് പറയും. ആ കുട്ടി രണ്ടാമതും കൂടെ വന്നു, പക്ഷേ ഇതിനു വേണ്ടി ചെയ്യേണ്ടി വന്നില്ല. ഓവറോൾ ഒരു ജനറലായിട്ട് ഒന്നും കൂടെ ചെയ്തു, എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി എപ്പോഴെങ്കിലും പറയാൻ പറ്റില്ല, ഉണ്ടാവാറില്ല. 99% ഇതുകൊണ്ട് കംപ്ലീറ്റായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ആർക്കും റിപ്പീറ്റായിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും കൂടെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ പാസ്റ്റ് ലൈഫ് ആവശ്യപ്പെട്ട് വരുന്നവരുണ്ടാവും, ഏജ് റിഗ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏജ് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏജ് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ ഗർഭപാത്രത്തിൽ ഒരാൾ ഫോം ആയപ്പോൾ തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളിൽ ഏത് ഏജിലാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഒരു കാരണം സംഭവിച്ചത്, ആ ഒരു ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏജ് റിഗ്രഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആ മൈഗ്രെയിൻ തന്നെ, അതിന് നമ്മൾ കൊണ്ടുപോയത് അതിൻ്റെ ഏതോ ഒരു ഏജിൽ പോയിട്ട് ഇത് കറക്റ്റ് ചെയ്തിട്ടാണ് വന്നത്. അത് നമ്മൾ ഏജ് റിഗ്രഷനിൽ ആളിനോട് നമ്മൾ ചോദിക്കും, ഏത് ഏജിൽ, ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളിപ്പോൾ എന്താണ് കാണുന്നത്, എന്താണ് സംഭവിച്ചത്. അപ്പോൾ ആ സംഭവിച്ച കാര്യം എല്ലാം കേട്ട് കഴിഞ്ഞ് ഈ ആളിനെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചിട്ട് അതാണ് കറക്റ്റായ കാരണം എന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മളതിനെ അതുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കട്ട് ചെയ്തിട്ട് തിരിച്ച് വളരെ കംഫർട്ടബിളായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴിയാണ്? എല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലേ, കോഡ് കട്ടിങ് പോലെ. അത് തന്നെ അതുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് കട്ട് ചെയ്യും, കോഡ് കട്ട് ചെയ്യും. അതാണ് ഏജ് റിഗ്രഷൻ ചെയ്യുന്നത്. അപ്പോൾ മാമിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ മാമിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുക അല്ലേ. അപ്പോൾ എറണാകുളത്താണ് സ്ഥലം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ നന്ദി. പിന്നെ എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹാപ്പി ഓണം. നല്ലൊരു ഓണം ആവട്ടെ. എല്ലാവർക്കും നല്ല ഓണം ആശംസിക്കുന്നു. അതെ, സന്തോഷവും സമാധാനവും നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ ഓണമാവട്ടെ. നന്ദി, നമസ്കാരം.